Hi, welcome back to MEDCOOKTRAVEL. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പോർട്ടബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ECG എടുക്കാം എന്നുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് മേടിച്ച ഒരു സാധനമാണ്. കാരണം എനിക്ക് ഈയിടെയായിട്ട് ചെറിയൊരു ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നു. അപ്പം അതൊന്ന് റൂൾ ഔട്ട് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്യാനും വേണ്ടി ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. അപ്പം ഞാനിത് മേടിച്ചു. അപ്പം മേടിച്ചതിന് ശേഷം ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. ചെറുപ്പക്കാർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ന്യൂസ് 18 എന്ന വെബ്സൈറ്റ്, അതായത് ഒരു ന്യൂസ് ചാനലിലെ റിപ്പോർട്ട് പ്രകാരം 12 ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് കാർഡിയാക് അറസ്റ്റ് കൊണ്ട് മരണപ്പെട്ടത്. അത് 2022 വന്ന ജനുവരി മാസം 27-ാം തീയതി വന്നൊരു ന്യൂസാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് റീസെന്റ് ഇൻസിഡൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുനീത് എന്ന് പറഞ്ഞ ആക്ടർ, കർണാടകയിലുള്ള ഒരു ആക്ടർ, കന്നഡ സൂപ്പർ സ്റ്റാർ ചെറുപ്പക്കാരൻ മരിക്കുവാനിടയായി. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രെസ് ചെറുപ്പക്കാർ അനുഭവിക്കുന്നുണ്ട്. IT മേഖലയിലാണെങ്കിലും അത് പല മേഖലയിലും ഒരുപാട് ചെറുപ്പക്കാർ സ്ട്രെസ് അനുഭവിക്കുന്നു. പിന്നെ ഏർലി ഡയബറ്റിക്, അമിതവണ്ണം കാരണവും നേരത്തെ ഷുഗർ പോലത്തെ അസുഖങ്ങളൊക്കെ പിടിപെടുന്നു. പിന്നെ സ്ട്രെസ് കാരണം അവർ പെട്ടെന്ന് ഹൈപ്പർ ടെൻഷനിലേക്ക് അഥവാ അധിക രക്തസമ്മർദ്ദത്തിലേക്ക് അവർ പോകുന്നു. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരിലെ ഒരു വൺ ഓഫ് ദ റീസൺ. പിന്നെ കോവിഡ് പോലത്തെ അസുഖങ്ങൾ വന്നതിന് ശേഷം ശ്വാസം മുട്ടൽ കൊണ്ടും അതേ തുടർന്നുണ്ടാകുന്ന ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ സാച്ചുറേഷൻ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് നടക്കുന്ന കാർഡിയാക് അറസ്റ്റും ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന സ്മോക്കിങ്, ആൽക്കഹോൾ ഇൻടേക്ക് ഒരു അമിതമായി യൂസ് ചെയ്യുന്നു. അതിനെ തുടർന്ന് പിന്നെ ജിമ്മിൽ അധികം വെയിറ്റ് എടുത്ത് പെട്ടെന്ന് ജിം ബോഡി ആക്കാൻ വേണ്ടി ഒരുപാട് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്ത് ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ഹാർട്ടിന് കേടാണ്. അങ്ങനെ ഒരുപാട് അമിതമായി കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പേശികൾക്ക് കട്ടി കൂടുകയും ഹാർട്ടിന്റെ ചലനത്തെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് കൂടുതലായി വരുന്ന ഇതൊക്കെയാണ് കാരണങ്ങൾ. ഞാനിത് മേടിച്ച് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ വന്നാൽ അവർക്ക് മടി കൊണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട ക്യൂ കാരണോ, അല്ലെങ്കിൽ അവിടുത്തെ ബില്ല് കാരണോ, ഒരിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ECG എടുക്കാൻ പറയും. പല ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറയുന്നത് കൊണ്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷെ അവർ പോകത്തില്ല. പിന്നെ അതുകൊണ്ട് നടക്കാൻ പോകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ഹൃദയാഘാതം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഡിവൈസ് ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ഹൃദയപരമായിട്ടുള്ള രോഗമുള്ളവർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഗസ്റ്റയുടെ Multivital 2.0 എന്ന് പറഞ്ഞ ഡിവൈസ് നല്ലൊരു ബോക്സിലാണ് അത് വരുന്നത്. നല്ല പാക്കിംഗ് ആണ്. പിന്നെ ഇതാണ് ബില്ലും കാര്യങ്ങളും. ഇത് ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം വഴിയാണ് ഞാൻ മേടിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ISO സർട്ടിഫൈഡ് ആണ്. പിന്നെ അതേപോലെ മെഡിക്കൽ ഗ്രേഡ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡിവൈസും അതോടൊപ്പം അതിൻ്റെ മാനുവലും പിന്നെ ഒരു ചാർജർ കാണും. ഒരു ചാർജർ കേബിളുണ്ട്. നമ്മുടെ നോർമൽ മൊബൈൽ ഫോൺ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ പിന്നൊക്കെ യൂസ് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മെഷീൻ ഞാൻ ആദ്യം തന്നെ ഇത് ഓൾറെഡി ചാർജ്ഡ് ആണ്. ഈ പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അപ്പോൾ അഗസ്റ്റ എന്ന് മൾട്ടിവൈറ്റിൽ നിന്ന് എഴുതി വരും. അതിനുശേഷം ഇതിൽ നമ്മൾ ഇപ്പം കാണുന്നത് പോലെ തന്നെ SpO2 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. SpO2 നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ബട്ടണിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നേരത്തേക്ക് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ സെൻസർ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതാണ് പൾസ് ഓക്സിമീറ്ററിൻ്റെ സെൻസർ. നമ്മളിവിടെ നമ്മുടെ കൈ അമർത്തി പിടിച്ചാൽ ഒരു ഫിംഗർ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കണം. അപ്പോൾ സാച്ചുറേഷൻ പതിയെ മെഷർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സാച്ചുറേഷൻ SpO2 90 ആയിട്ടുണ്ട്. അത് പതിയെ കുറച്ച് നേരം പിടിക്കണം, എന്നാലേ നമുക്ക് ഫുൾ സാച്ചുറേഷൻ കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ.
ഇതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. അത് ഇൻഫ്രാറെഡ് ആണ്. എൻ്റെ സെൻസർ വരുന്നത് ഇവിടെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലോട്ട് പിടിച്ച് ശരിക്കും നമ്മുടെ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഈ ഇൻഫ്രാറെഡ് സെൻസർ ഇങ്ങനെ വെച്ചാൽ തന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കാണിക്കുന്നതാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ. മൊബൈൽ ഫോണിൽ സാങ്കേത് ലൈഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി 12 ലീഡ് സ്റ്റാൻഡേർഡ് ECG കാണാൻ സാധിക്കും. അവിടെ L1 എഴുതി വരും. അപ്പം അവർ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ 2 തള്ളവിരലും 2 സെൻസറിലും ഫ്രണ്ടിലുള്ള സെൻസറിലും അമർത്തി പിടിക്കുക. നിശ്ചിത ടൈം ഫ്രെയിം അതിൽ ആപ്ലിക്കേഷൻ തന്നെ കാണിക്കുന്നതാണ്. അതിനുശേഷം L2 എന്ന് 2 രീതി ചെയ്യാം. ഒന്ന് കാലിൻ്റെ മീഡിയൽ സൈഡ്, അതായത് ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് ബോൺ, ലെഫ്റ്റ് സൈഡിലുള്ള ഹിപ്പ് ബോണ് ലെഫ്റ്റ് സൈഡിലുള്ള ചെസ്റ്റിൻ്റെ നടുക്കായിട്ടും വെക്കാം. അതിനുശേഷം V1 ആണ്. V1 ലീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് വലത്തെ ചെസ്റ്റിൻ്റെ തൊട്ട് മേളിലായിട്ട് ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വെക്കാം. വെച്ചതിന് ശേഷം നിശ്ചിത അളവ് ടൈം ഫ്രെയിം ആകുമ്പോൾ ECG റീഡ് ചെയ്യും, റെക്കോർഡഡ് ആകും. അതിനുശേഷം നമ്മൾ V2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടത്തെ ചെസ്റ്റിൻ്റെ ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ പാരലായിട്ട് വെക്കുക, നിപ്പിൾസിൻ്റെ സ്വല്പം മേളിലായിട്ട്. എന്നിട്ട് നിശ്ചിത ടൈം ഫ്രെയിം ആപ്ലിക്കേഷൻ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ തുടരുക. അതിനുശേഷം അത് ഫുൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. ഇതാണ് V3 ലീഡ് എന്ന് പറയുമ്പോൾ ഇടത്തെ ചെസ്റ്റിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വെച്ചു, എന്നിട്ട് സ്വല്പം താഴെ എന്നാൽ ഇടത്തോട്ട് വലത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം ഇതേപോലെ നിശ്ചിത ടൈം ഫ്രെയിം നമ്മൾ വെച്ചുകൊണ്ടേയിരിക്കുക. V4 ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ ഇടത്തെ ചെസ്റ്റിൻ്റെ നിപ്പിൾസിനെ തൊട്ട് താഴെയായിട്ട് വെക്കുക. എന്നിട്ട് ആ ടൈം ഫ്രെയിം കഴിയുമ്പോൾ അടുത്ത ലീഡിലേക്ക് പോവാം. V5 അതായത് നമ്മുടെ ഇടത്തെ ചെസ്റ്റിൻ്റെ നിപ്പിൾസിന് താഴെ സ്വല്പം ഇടത്തോട്ട് മാറ്റി പിടിക്കുക. ആ പടത്തിൽ കാണുന്നത് പോലെ, ഇവിടെ ഡെമോൺസ്ട്രേഷൻ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം V6 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കക്ഷത്തിൻ്റെ ആ ഏരിയയിലേക്ക് കുറച്ച് ആ ഡയറക്ഷനിലേക്ക് ഇടത്തെ സൈഡിലെ നിപ്പിളിന് താഴെയായിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ സിംറ്റംസ് ഒക്കെ കാണിക്കും. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ വേറെ യൂസറിൻ്റെ ആഡ് ചെയ്ത് നമുക്ക് ECG എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അവിടെ ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് വേറെ പ്രൊഫൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഓരോ പേഷ്യൻസിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ സിംറ്റംസ് ഒക്കെ അടിച്ചു കൊടുക്കുക. നമുക്ക് പടപടപ്പുണ്ടെങ്കിൽ പാൽപിറ്റേഷന്, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ അങ്ങനെ, വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ അഡോബ് PDF ഫോർമാറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലെ റിപ്പോർട്ട് വരും. അപ്പം ഗെറ്റ് ഫുൾ റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരും. അപ്പോൾ ഓപ്പൺ വിത്ത് വേർഡ് ഡോക്യുമെൻ്റ് വെച്ച് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഷെയർ ചെയ്യാനും അത് ഓപ്പൺ ആവുകയും ചെയ്യും. ഇവിടെ ഞാൻ ഫാസ്റ്റ് PDF റീഡർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്, അഡോബ് അക്രോബാറ്റ് യൂസ് ചെയ്താൽ അത് ഓപ്പൺ ആകത്തില്ല. കാരണം ഈ ആപ്ലിക്കേഷൻ അതിന് സ്യൂട്ട് അല്ല. വേർഡ് ഡോക്യുമെൻറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് വേർഡ് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ECG ഫുൾ നമ്മുടെ ഓരോ ലീഡ് ECGയും ഇതേപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഷെയർ ബട്ടൺ വരും മേളിൽ. അത് ഷെയർ ചെയ്ത് നമുക്ക് വാട്സാപ്പിലോ നമ്മുടെ ഡോക്ടറിന് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പോർട്ടബിൾ ECG മെഷീൻ. ഇത് 12 ലീഡ് ECG എടുക്കാനും ഹാർട്ടിൻ്റെ പല ദിശകളിൽ നിന്ന് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയും ഹാർട്ടിൻ്റെ പേശിയിലേക്കുള്ള എല്ലാ രക്തഓട്ടവും അതിൻ്റെ ഓക്സിജനേഷനും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തും, അവർക്കിത് ഉപകാരപ്രദമാകാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.